രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വേട്ടയാടുകൾക്ക് മുന്നിൽ നിന്ന് നയിച്ചത് നമ്മളെ കേരളത്തിലെ മുഖ്യധാരയിൽ പ്രവർത്തിക്കുന്ന മാധ്യമങ്ങളാണ് എന്നുള്ളതാണ്. കാരണം ആരോപണം ഉന്നയിച്ച വ്യക്തികൾ ആ ആരോപണം ഉന്നയിച്ചു എന്നതിനപ്പുറത്തേക്ക് ഒരു റിട്ടേൺ കംപ്ലൈന്റ് പോലും ഫയൽ ചെയ്യാതെയും പോലീസും അന്വേഷണ ഉദ്യോഗസ്ഥർ സമീപിച്ചിട്ടും അവരുമായോ അന്വേഷണവുമായോ നിയമ നടപടികളുമായോ സഹകരിക്കാതെ അവർ ഒഴിഞ്ഞു മാറി നടക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അവിടെയാണ് കേരളത്തിലെ മാധ്യമങ്ങൾ, അതിൽ എടുത്തു പറയേണ്ട പേര് എന്ന് പറയുന്നത് റിപ്പോർട്ടർ ടിവിയുടേതാണ്. റിപ്പോർട്ടർ ടിവിയാണ് ഈ ഓഡിയോ ക്ലിപ്പുകൾ അതുപോലെ സ്ക്രീൻഷോട്ടുകൾ ഒക്കെ പുറത്തുവിട്ടത്. ഈ പുറത്തുവിട്ട ഓഡിയോ ക്ലിപ്പുകളെ ചുറ്റിപ്പറ്റിയോ അല്ലെങ്കിൽ സ്ക്രീൻഷോട്ടുകളോ അവലംബിച്ചോ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടോ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ അന്വേഷണ ഉദ്യോഗസ്ഥർ ഒരിക്കലും തയ്യാറായില്ല എന്നുള്ളതാണ് അതിൻ്റെ വളരെ മർമ്മപ്രധാനമായ കാര്യം എന്ന് പറയുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ ഓഡിയോ ക്ലിപ്പുകൾ, ഈ ഡിജിറ്റൽ തെളിവുകൾ അത് അവലംബിച്ചു കഴിഞ്ഞാൽ, അതിനെ ഡിപ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ശാസ്ത്രീയമായ പരിശോധനകൾ നടത്തി അത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെതാണെന്ന് കോടതിയെ ബോധ്യപ്പെടുത്തേണ്ട ചുമതലയും ഉത്തരവാദിത്വവും ഈ അന്വേഷണ ഉദ്യോഗസ്ഥരുടേതാണ്. അങ്ങനെ വരുമ്പോൾ ഒരു ശാസ്ത്രീയമായ പരിശോധനകൾ നടത്തുമ്പോൾ അത് രാഹുലിൻ്റെതല്ല എന്ന് തെളിയും. അങ്ങനെ രാഹുലിൻ്റെതല്ല എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ അവിടെ അടുത്ത കടമ്പ പോലീസിന് മുന്നിൽ നിൽക്കുകയാണ്. പിന്നെ ഇത് ആരുടേതാണെന്ന് കണ്ടെത്തേണ്ട ബാധ്യത പോലീസിന് തലയിലാവും. അത് കണ്ടെത്തിയാൽ ഗൂഢാലോചനകൾ പുറത്തു വരും. അങ്ങനെ ഗൂഢാലോചനകൾ കണ്ടെത്തിയാൽ പോലീസ് ഈ കാര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസെടുക്കുവാനോ നടപടിയെടുക്കുവാനോ ഒന്നും സാധിക്കുകയില്ല എന്ന് മാത്രമല്ല, ഈ ഉന്നയിക്കപ്പെട്ടിരിക്കുന്ന ആരോപണങ്ങളിലുള്ള ഗൂഢാലോചന അന്വേഷിക്കേണ്ട രണ്ടാമതൊരു ചുമതല പോലീസിന്റെ തലയിലേക്ക് വരുമെന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ മാധ്യമങ്ങൾ പുറത്തുവിട്ട സ്ക്രീൻഷോട്ടുകളോ ഓഡിയോ ക്ലിപ്പുകളോ ഒന്നും അവലംബിക്കാതെ പോലീസിൻ്റെതായ രീതിയിൽ അന്വേഷിക്കുകയും ബാംഗ്ലൂരിലെ ഹോസ്പിറ്റൽ വരെ അന്വേഷിച്ച് പോലീസ് ചെല്ലേണ്ട ഒരു അവസ്ഥയും ഉണ്ടായത്. അവിടെയാണ് വീണ്ടും ചർച്ചയാകുന്നത്. റിപ്പോർട്ടർ ടിവിക്ക് ഈ കാര്യങ്ങൾ, ഈ ഓഡിയോ ക്ലിപ്പുകൾ എവിടുന്ന് കിട്ടി എന്നുള്ള ചർച്ച. കാരണം പോലീസ് ഇരകളെ കണ്ടെത്താൻ കഴിയാതെ ഈ ബാംഗ്ലൂരിൽ ഹോസ്പിറ്റലിൽ പോയി അന്വേഷിക്കേണ്ട ഗതികേടിലേക്ക് പോകുമ്പോൾ കേരളത്തിലുള്ള മാധ്യമങ്ങൾ എങ്ങനെയാണ് ഇരയെ ഞാൻ കണ്ടു, ഞാൻ മാത്രം കണ്ടു എന്ന് പറയുന്ന ഒരവസ്ഥ ഉണ്ടായത് എന്നാണ്. എന്ന് വെച്ചാൽ ഈ ഓഡിയോ ക്ലിപ്പുകളും ഈ സാങ്കല്പിക ഇരകളെയും ആര് സൃഷ്ടിച്ചതാണ്? കേരളത്തിലെ മാധ്യമങ്ങൾ സൃഷ്ടിച്ചതാണ്. ഈ മാധ്യമങ്ങൾ സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ അതിന്റെ മുന്നിൽ നിന്ന് നയിച്ചത് റിപ്പോർട്ടർ ടിവിയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു, CPIയുടെ പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് അംഗമായിട്ടുള്ള ശ്രീനാദേവി മുന്നിൽ വന്ന് പൊതുമധ്യത്തിൽ വിളിച്ചു പറഞ്ഞത്, അതായത് തന്നെ ഇരയാക്കാൻ വേണ്ടി ഒരു മാധ്യമ പ്രവർത്തക തന്നെ സമീപിച്ചു എന്നുള്ള കാര്യം. അപ്പോ മാധ്യമങ്ങളുടെ ഈ താല്പര്യം, അവരുടെ ഒരു എക്സ്ട്രാ ഇൻട്രസ്റ്റ് ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ ഒരു എക്സ്ട്രാ ഇൻട്രസ്റ്റ് ഈ മാധ്യമങ്ങൾ കാണിക്കുന്നതും നമ്മൾ കണ്ടു. അവിടെയും ചോദ്യം ബാക്കിയാവുകയായിരുന്നു, റിപ്പോർട്ടർ ടിവിക്ക് ഇതിൽ എന്താണ് കാര്യമെന്ന്. അവിടെയാണ് നമ്മൾ റിപ്പോർട്ടർ ടിവിയുടെ പിന്നിലുള്ള ഒരു വ്യക്തിയെ നമ്മൾ കാണാതെ പോയത്. അതായത് റിപ്പോർട്ടർ ചാനലിന്റെ മുഖമായിരുന്ന നികേഷ് കുമാർ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട്, ഒരു വർഷമായിട്ട് എന്ന് തന്നെ പറയാൻ പറ്റും, റിപ്പോർട്ടർ ടിവിയിൽ നിന്ന് മാധ്യമ പ്രവർത്തനം അവസാനിപ്പിച്ചുകൊണ്ട് രാഷ്ട്രീയത്തിലേക്ക് ചുവട് മാറിയത് നമ്മൾ കണ്ടതാണ്. CPIMന്റെ കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗമായിക്കൊണ്ടും അതല്ലാതെ CPMന്റെ സൈബർ ഡിപ്പാർട്ട്മെന്റിൽ വകുപ്പിന്റെ ചുമതലയുള്ള ആളായിക്കൊണ്ടും നികേഷ് കുമാർ പ്രവർത്തിക്കുന്നത് നമ്മൾ കാണുകയാണ്. ഇവിടെയാണ് നികേഷ് കുമാറിന്റെ പങ്ക് ഈ കാര്യത്തിൽ വളരെ വളരെ വ്യക്തമാകുന്നത്. അത്തരത്തിലുള്ള ഒരു വെളിപ്പെടുത്തലാണ് ഇപ്പൊ നടന്നിരിക്കുന്നത്. നികേഷ് കുമാറാണ് ഇത്തരത്തിൽ AI നിർമ്മിത തെളിവുകൾ ഉണ്ടാക്കുന്നതിലും അതുപോലെ സാങ്കല്പിക ഇരകളെ സൃഷ്ടിക്കുവാനും മാധ്യമ സുഹൃത്തുക്കളെ തൻ്റെ സ്ഥാപനമായിട്ടുള്ള, ഇപ്പോഴും നികേഷ് കുമാർ മാധ്യമ പ്രവർത്തനം അവസാനിപ്പിച്ചിട്ടേ ഉള്ളൂ, നികേഷ് കുമാറിന് ഷെയർ ഉണ്ട്. എവിടെ? റിപ്പോർട്ടർ ടിവിയിൽ നികേഷ് കുമാറിന് പങ്കാളിത്തമുണ്ട് എന്നുള്ളതാണ്. അപ്പോ തൻ്റെ മാധ്യമ പ്രവർത്തകരെ വെച്ചുകൊണ്ട് അവരെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഇത്തരത്തിൽ സാങ്കല്പിക ഇരകളെ സൃഷ്ടിക്കുവാൻ ശ്രമിച്ചതിൻ്റെ ഏറ്റവും വലിയ കാരണക്കാരൻ, അതിൻ്റെ ഏറ്റവും വലിയ ഗൂഢാലോചനക്കാരൻ ഈ നികേഷ് കുമാറാണ് എന്നുള്ളതാണ്. അപ്പോ നികേഷ് കുമാർ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇത്തരത്തിൽ AI നിർമ്മിത വീഡിയോ ക്ലിപ്പുകൾ
ഓഡിയോ ക്ലിപ്പുകളും വ്യാജ സ്ക്രീൻഷോട്ടുകളും നിർമ്മിക്കുന്നതിന് പിന്നിലും ഇത്തരത്തിൽ സാങ്കല്പിക ഇരകളെ ഉണ്ടാക്കുന്നതിന് പിന്നിലും നികേഷ് കുമാറാണെന്നുള്ള കാര്യം വളരെ വ്യക്തമാവുകയാണ്. അതിനപ്പുറത്തേക്ക് അത്തരത്തിൽ നികേഷ് കുമാറിന്റെ പങ്കാളിത്തം, നികേഷ് കുമാറിന്റെ നേതൃത്വം അത് വെളിപ്പെടുത്തുന്ന രീതിയിലുള്ള വെളിപ്പെടുത്തലുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതിനപ്പുറത്തേക്ക് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ എടുത്തിരിക്കുന്ന കാർക്കശ്യമായ നിലപാട്, ആ നിലപാടിന്റെ ഉത്തരവാദിത്വം എനിക്ക് മാത്രമാണ് അതിന്റെ ഉത്തരവാദിത്വം എന്ന് തുറന്നു പറയുകയും ചെയ്യുന്ന പ്രതിപക്ഷ നേതാവിന്റെ ഈ നിലപാടിനെതിരെ സോഷ്യൽ മീഡിയകളിൽ വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങളാണ് ഉയരുന്നത്. ഈ പ്രതിഷേധങ്ങൾ ഉയരുന്നതിനിടയിൽ അത് ആക്ഷേപത്തിലേക്കും സൈബർ ആക്രമണത്തിലേക്കും വഴിമാറുകയും ചെയ്യുന്നുണ്ട്. ഈ സൈബർ ആക്രമണം പ്രതിഷേധങ്ങളല്ല, ഈ കോൺഗ്രസ് ഹാൻഡിലുകൾ അല്ലെങ്കിൽ കോൺഗ്രസ് അനുഭാവികൾ എന്ന തരത്തിലുള്ള ചില ഫേക്ക് ഐഡികളിൽ നിന്ന് പ്രതിപക്ഷ നേതാവിനെതിരെ നടത്തുന്ന ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ, ഈ സൈബർ ആക്രമണങ്ങൾക്ക് പിന്നിലും ഈ നികേഷ് കുമാർ ആണെന്നുള്ള വെളിപ്പെടുത്തലുകൾ വരികയാണ്. അതായത് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന്, കോൺഗ്രസിന്റെ അനുഭാവികളുടെ ഭാഗത്ത് നിന്ന്, രാഹുലിനെ പിന്തുണക്കുന്നവരുടെ ഭാഗത്ത് നിന്നൊക്കെ പ്രതിപക്ഷ നേതാവ് ഇത്തരത്തിൽ കടുംപിടുത്തം വേണോ, കുറച്ച് മയപ്പെടുത്തണം, നിലപാടിൽ മാറ്റം വരുത്തണം എന്നുള്ള ആവശ്യങ്ങൾ ഉയരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ആവശ്യങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും പുറമെ വി ഡി സതീശനെതിരെ ഒരു സൈബർ ആക്രമണം നിരന്തരമായി നടക്കുകയാണ്. അത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല. കഴിഞ്ഞ ദിവസം വി ഡി സതീശൻ ദുബൈ സന്ദർശിച്ചപ്പോൾ അദ്ദേഹം അവിടെ ജീൻസും ഷൂ ഒക്കെ ധരിച്ച് ദുബൈയിൽ ചെന്നിറങ്ങിയപ്പോൾ ആ ഫോട്ടോയും എടുത്ത് അദ്ദേഹത്തെ ജീൻസ് ധരിച്ചതിന്റെ പേരിലും ഷൂ ധരിച്ചതിന്റെ പേരിലും ഒക്കെ സൈബർ ഇടങ്ങളിൽ ആക്രമണങ്ങൾ നടത്തുന്നത് ഇത്തരത്തിൽ വ്യാജമായി നിർമ്മിച്ചിട്ടുള്ള കോൺഗ്രസ് അനുഭാവി എന്ന നിലയിലുള്ള അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഹാൻഡിലുകൾ എന്ന രീതിയിലുള്ള ചില ഹാൻഡിലുകളിൽ നിന്നാണ്. അത്തരം ഹാൻഡിലുകൾ വ്യാജമായി നിർമ്മിച്ചതും അതിന് നേതൃത്വം നൽകുന്നതും ഈ നികേഷ് കുമാറാണ്. അതായത് നികേഷ് കുമാറിന്റെ ലക്ഷ്യം അടുത്ത നിയമസഭയാണ്. അതായത് അടുത്ത നിയമസഭയിലേക്ക് ഏത് തരത്തിലാണോ 2016 ഉമ്മൻചാണ്ടിയെ വേട്ടയാടിയത്, സരിതയെ മുൻനിർത്തിക്കൊണ്ട്, ഒരു സ്ത്രീയെ മുൻനിർത്തിക്കൊണ്ട് ഉമ്മൻചാണ്ടിയെ വേട്ടയാടുകയും അതിന് നേതൃത്വം വഹിച്ചത് കേരളത്തിലെ മാധ്യമങ്ങളാണെന്ന് മുതിർന്ന മാധ്യമ പ്രവർത്തകനായ ഉണ്ണി റിപ്പോർട്ടർ ചാനലിൽ നിന്ന് ഇപ്പോൾ ഇറങ്ങി സർജിക്കൽ സ്ട്രൈക്ക് എന്ന ഒരു പ്രോഗ്രാമുമായിട്ട് ഏഷ്യാനെറ്റിൽ പ്രോഗ്രാം നടത്തുന്ന ഉണ്ണി ബാലകൃഷ്ണൻ, ആ ഉണ്ണി തന്നെ തുറന്നു സമ്മതിക്കുന്നു 2016 ഉമ്മൻചാണ്ടിക്ക് തുടർ ഭരണം ഉണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പായിരുന്നു. അവിടെയാണ് സരിതയെ ഇറക്കി ഇത്തരത്തിൽ മാധ്യമങ്ങൾ വേട്ടയാടിയത് എന്നുള്ളത് പറയുകയാണ്. മാധ്യമങ്ങളാണ് അതിന്റെ ഏറ്റവും വലിയ ഉത്തരവാദി എന്ന് ഉണ്ണി ബാലകൃഷ്ണൻ തുറന്നു സമ്മതിക്കുന്നു. അത്തരത്തിൽ മാധ്യമ പ്രവർത്തകർ തന്നെ അത് സമ്മതിക്കുന്ന ഈ അവസരത്തിൽ അടുത്ത ഭരണം പിണറായി വിജയന് ഉണ്ടാവില്ല എന്നുള്ള കാര്യം CPM-നും സഖാക്കൾക്കും ഒരു തർക്കവുമില്ലാത്ത കാര്യമാണ്. അവിടെയാണ് ഇത്തരത്തിൽ സോഷ്യൽ മീഡിയകളിലൂടെ ഫേക്ക് ചാനലുകൾ ഉണ്ടാക്കി, ഐഡികൾ ഉണ്ടാക്കി, അതും കോൺഗ്രസ് അനുഭാവികളുടേത് എന്ന രീതിയിൽ ഉണ്ടാക്കിയെടുത്ത് അത് കോൺഗ്രസ്സുകാരെയും ഈ പ്രസ്ഥാനത്തെയും തളർത്താൻ, അവരെ കോൺഗ്രസിന്റെ സാധാരണക്കാരായ പ്രവർത്തകരിൽ ചില ആശങ്കകൾ ഉണ്ടാക്കുന്ന രീതിയിൽ ഇത്തരത്തിൽ പ്രവർത്തനങ്ങൾ നടത്തുകയും വി ഡി സതീശനെതിരെ നിരന്തരമായിട്ട് സൈബർ ആക്രമണങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്യുന്നത് MP നികേഷ് കുമാറാണെന്ന് പറഞ്ഞു വെക്കുകയാണ് ഈ വെളിപ്പെടുത്തൽ. കഴിഞ്ഞ ദിവസമാണ് വി ഡി സതീശൻ ഇത്തരത്തിൽ തനിക്ക് നേരെ നടക്കുന്ന സൈബർ ആക്രമണങ്ങളെ കുറിച്ച് സൂചിപ്പിച്ചത്. അന്ന് അദ്ദേഹം തുറന്നു പറയുകയുണ്ടായി, യൂട്യൂബിലും അതുപോലെ സോഷ്യൽ മീഡിയകളിലുമുള്ള എല്ലാ ഹാൻഡിലുകളുമല്ല, ചില ഹാൻഡിലുകൾ തനിക്കെതിരെ നിരന്തരമായി പ്രവർത്തിക്കുന്നുണ്ട് എന്നും അത്തരത്തിൽ തനിക്കെതിരെ ഈ CPM-ന്റെ ഭാഗത്തു നിന്ന് നിർദ്ദേശമുണ്ട്, തനിക്കെതിരെ ഇത്തരത്തിൽ സോഷ്യൽ മീഡിയകളിൽ പ്രചരണം കൊഴുപ്പിക്കണമെന്ന തരത്തിൽ കാർഡുകളും പ്ലക്കാർഡുകളും ഉണ്ടാക്കി പ്രചരിപ്പിക്കണമെന്ന തരത്തിൽ നിർദ്ദേശങ്ങൾ അണികൾക്ക് നൽകിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ അത് നടത്തുന്നത്, അതിന് നേതൃത്വം കൊടുക്കുന്നത് ഈ മാധ്യമ പ്രവർത്തനം അവസാനിപ്പിച്ച് ഈ കൂട്ടിക്കൊടുപ്പിന് ഇറങ്ങിയിരിക്കുന്ന നികേഷ് കുമാർ ആണെന്നുള്ളതാണ്. അതല്ലെങ്കിലും അങ്ങനെയല്ലേ ഉണ്ടാവുകയുള്ളൂ. സ്വന്തം തന്തയെ പോലും MP രാഘവനെ പോലും തള്ളിക്കൊണ്ടാണ് ഈ നികേഷ് കുമാർ, MP രാഘവനെ കൊല്ലാൻ ആളവിട്ട പാർട്ടിയാണ് ആര്? CPM. ആ MP രാഘവനെ തള്ളിക്കൊണ്ടാണ് നികേഷ് കുമാർ സഖാക്കളുടെ കൂടെ കൂടിക്കൊണ്ട് MP രാഘവന്റെ ആശയങ്ങൾക്കെതിരെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ വ്യക്തിയിൽ നിന്ന് ഈ കൂട്ടിക്കൊടുപ്പും ഈ മാമാപ്പണിയുമല്ലാതെ ഇതിനപ്പുറത്തേക്ക് നമ്മൾ മറ്റൊന്നും പ്രതീക്ഷിക്കരുത് എന്നുള്ളതാണ് ഇപ്പോഴേ വളരെ ചർച്ചയാവുകയാണ്. ഈ പശ്ചാത്തലത്തിൽ ഇത്തരത്തിലുള്ള വെളിപ്പെടുത്തലുകളും ഇത്തരത്തിലുള്ള തുറന്നു പറച്ചിലുകളും ചർച്ചയാവുന്നതിനിടയിൽ ഒരു ഫേസ്ബുക്ക് കുറിപ്പ്, അത്
അങ്കമാലിയിൽ നിന്നുള്ള UDFന്റെ MLA ആയിട്ടുള്ള കോൺഗ്രസിന്റെ MLA ആയിട്ടുള്ള റോജി എം ജോണിന്റെ ഫേസ്ബുക്ക് പോസ്റ്റും വളരെ ചർച്ചയാവുകയാണ്. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് നമുക്കൊന്ന് വായിക്കാം. CPMന്റെ അടുത്ത ഇലക്ഷൻ അജണ്ടകളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശനെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള നീക്കങ്ങൾ. MV നികേഷ് കുമാറിനെ പോലെയുള്ള പെയ്ഡ് ഏജന്റുമാരെ ഇതിനായി ചെലവും കൊടുത്ത് നിയമിച്ചിട്ടുണ്ട്. ഇവരുടെ നിയന്ത്രണത്തിലുള്ള ഗ്രൂപ്പുകളും ഐഡികളും ആണ് ഭാവനയിൽ നിർമ്മിച്ച കഥകൾ കൊണ്ട് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി പ്രതിപക്ഷ നേതാവിനെ ആക്രമിക്കുന്നത്. നികേഷ് കുമാറിന്റെയും അവരുടെ ഫീഡ് ലഭിക്കുന്നവരുടെയും വാക്കുകൾ കേട്ട് നിലപാടുകൾ തിരുത്തുന്ന ആളല്ല പ്രതിപക്ഷ നേതാവ് VD സതീശൻ. അദ്ദേഹം എടുക്കുന്ന നിലപാടുകൾ വ്യക്തമാണ്, കൃത്യമാണ്. ഇന്ത്യ ടുഡേ നടത്തിയ മൂഡ് ഓഫ് ദി നേഷൻ സർവേ ഉൾപ്പെടെ കേരളത്തിൽ UDFന്റെ അത്യുജ്വലം മുന്നേറ്റം പ്രവചിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് VD സതീശൻ ഉൾപ്പെടെയുള്ള UDF നേതാക്കളെ തിരഞ്ഞുപിടിച്ച് സൈബറിടങ്ങളിൽ അധിക്ഷേപിക്കുന്ന CPM തന്ത്രമെന്ന രാഷ്ട്രീയം അറിയാവുന്നവർക്ക് മനസ്സിലാവും. അതുകൊണ്ട് 2026 തിരഞ്ഞെടുപ്പ് വിജയത്തിലേക്ക് മുന്നേറുകയെന്ന പാർട്ടിയെയും മുന്നണിയെയും ഒറ്റക്കെട്ടായി പ്രതിരോധിക്കാനുള്ള ഉത്തരവാദിത്വം നാം ഏറ്റെടുക്കണമെന്ന ആഹ്വാനവുമായിട്ടാണ് റോജി എം ജോൺ പരസ്യമായിട്ട് പുറത്തു വന്നിരിക്കുന്നത്. കോൺഗ്രസിന്റെ സമുന്നതരായ നേതാക്കൾ ഈ നികേഷ് കുമാറിന് വലിയൊരു റീച്ച് ഉണ്ടാക്കി കൊടുക്കേണ്ട കാര്യമില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ്. കാരണം നികേഷ് കുമാർ അഴീക്കോട് KM ഷാജിക്കെതിരെ കിണറ്റിലൊക്കെ ഇറങ്ങിക്കൊണ്ട് വളരെ വാർത്തകൾ ഉണ്ടാക്കിയെടുക്കാനും റീച്ച് ഉണ്ടാക്കിയെടുക്കുവാനും വലിയ താല്പര്യം കാണിച്ചിരുന്നു. എന്നിട്ടും 8 നിലയിൽ പൊട്ടിയതാണ് ഈ നികേഷ് കുമാർ. അപ്പോ നികേഷ് കുമാർ അടുത്ത നിയമസഭ ലക്ഷ്യം വെച്ചുകൊണ്ട് വളരെ വലിയ റീച്ച് ഉണ്ടാക്കിയെടുക്കുവാനുള്ള പ്രവർത്തനങ്ങൾ അണിയരയിൽ നിന്ന് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള കാര്യം തുറന്ന് സമ്മതിക്കുകയാണ് റോജി എം ജോൺ. ഇത്തരത്തിലുള്ള വെളിപ്പെടുത്തലുകൾക്ക് പിന്നാലെ നികേഷ് കുമാറിന്റെ പങ്ക് ആ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് തന്നെ കാര്യങ്ങൾ വെളിപ്പെടുത്തുകയാണ് റോജി എം ജോൺ.